ഹലോ ഫ്രണ്ട്സ്. ഈ പ്രാവശ്യത്തെ പരിഹാര പ്രദക്ഷിണത്തിന് വേണ്ടി പോയപ്പോൾ വണ്ടി ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പരിഹാര പ്രദക്ഷിണം കഴിഞ്ഞ് വണ്ടി എടുക്കാൻ വേണ്ടി വന്നപ്പോൾ നോക്കുമ്പോൾ പട്ടി വണ്ടിയുടെ സീറ്റ് കവർ ഫുള്ള് കടിച്ചു കയറി ഉള്ളിലത്തെ സീറ്റിൻ്റെ ഈ ഒരു സൈഡ് പോർഷൻ വരെ കംപ്ലീറ്റായിട്ട് കടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇതിനെ എങ്ങനെയാണ് നമ്മൾ പുതിയ മേടിച്ച വണ്ടിയാണ്, ഒരു 2 കൊല്ലമായിട്ടുള്ളൂ. സീറ്റിനൊന്നും വലിയ ഇഷ്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ പട്ടി അതിനെ ഫുള്ള് കടിച്ച് കീറി ഒരു പോർഷൻ ഫുള്ള് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാമെന്ന് ആലോചിച്ചപ്പോൾ ഞാൻ ഒരു കടയിൽ ചോദിച്ചപ്പോൾ അവർ കംപ്ലീറ്റായിട്ട് അതെല്ലാം റിമൂവ് ചെയ്തിട്ട് വേറെ ഫോം വെച്ചിട്ട് റീഫിൽ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഏട്ടൻ പറഞ്ഞു വേണ്ട, ഓൺലൈനായിട്ട് സീറ്റ് കവേഴ്സ് ഉണ്ട്, അത് മേടിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഓൺലൈനായിട്ടൊരു സീറ്റ് കവർ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനീഷ്യലി മേടിച്ചത് എന്താണെന്ന് വിചാരിച്ചാൽ ബൈക്കിൻ്റെ കവറാണ് വന്നത്. അത് ഞങ്ങൾ എന്നിട്ട് റീപ്ലേസ് ചെയ്തു. അതിൻ്റെ ഒപ്പം തന്നെ ഈ സ്കൂട്ടിയുടെ കവറ് വരും ചെയ്തു. സ്കൂട്ടിയുടെ കവർ വന്നിട്ട് ഇഷ്യൂ എന്താണെന്ന് വിചാരിച്ചാൽ നമുക്ക് ആ ഒരു കവറിനെ സ്റ്റാപ്ലർ ചെയ്യാനൊന്നും പറ്റില്ല. അത് സ്റ്റാപ്ലർ ചെയ്യാൻ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഈ റെസിൻ്റെ കാര്യങ്ങൾ ചെയ്യണം, ഈ കടയിലേക്ക് തന്നെ പോകണം. അപ്പോൾ അവിടെ എത്തിയപ്പോൾ അവർ പറഞ്ഞു അവർക്ക് ഫ്രണ്ടത്തെ പോർഷനേ ഉള്ളൂ, ബാക്കത്തെ പോർഷൻ സീറ്റ് കവറായത് ഓൺലൈനിൽ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അയാൾ തന്നെ ഒരു ചെറിയൊരു പീസ് ലെതർ അവിടെ നിന്ന് എടുത്തിട്ട് അതിൻ്റെ ബാക്കിലൊക്കെ ഒന്ന് വെച്ച് അതിൻ്റെ ബാക്ക് പോർഷൻ ഒന്ന് സെറ്റ് ചെയ്ത് തന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സീറ്റ് കവർ ഭയങ്കര ടൈറ്റായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ സ്റ്റാപ്ലർ ചെയ്യണം. അപ്പോൾ നമ്മൾ സ്റ്റാപ്ലർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തോ ഒരു ഹൈഡ്രോളിക് സ്റ്റാപ്ലറിങ് മെഷീനാണെന്ന് തോന്നുന്നു. നമ്മൾ ഭയങ്കര ടൈറ്റായിട്ട് ആ സ്റ്റാപ്ലർ യൂസ് ചെയ്തിട്ട് നമ്മുടെ സീറ്റ് കവർ ഫുള്ളായിട്ട്, അതായത് നമ്മൾ ഫുള്ള് നല്ലോണം അത് ചുളിവൊന്നും ഇല്ലാണ്ട് കറക്റ്റായിട്ട് പിടിച്ച് ഈ ഒരു മെഷീൻ യൂസ് ചെയ്തിട്ട് ഫുള്ളായിട്ട് സ്റ്റാപ്ലർ ചെയ്ത് എടുക്കുകയാണ് ചെയ്തത്. ഈ സ്റ്റാപ്ലർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ വണ്ടിയിന്മേൽ ഈ ഒരു സീറ്റ് ഫിക്സ് ചെയ്തു. 150 റുപ്പീസാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ആൾ ചാർജ് ചെയ്തത്, ഈ ഒരു സ്റ്റാപ്ലറിങ്ങിന് വേണ്ടിയിട്ട്. പിന്നെ ഓൺലൈനിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ ഒരു സീറ്റ് കവർ പർച്ചേസ് ചെയ്തത്. ഇത് ഒല്ലൂർ ചീരാച്ചി വളവിലുള്ള കടയാണ്. ഈ ഒരു സീറ്റ് കവർ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മൊത്തത്തിൽ എനിക്ക് വന്ന കോസ്റ്റ് എന്ന് പറയുന്നത് 150 റുപ്പീസാണ്. 250 മുതലുള്ള അവിടെ നിന്ന് തന്നെ റെസീൻ എടുത്ത് സീറ്റ് കവർ അടിക്കാനാണെന്നുണ്ടെങ്കിൽ 250 മുതൽ ആൾ ചെയ്ത് തരും എന്ന് പറഞ്ഞു. വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് വരുന്നത് 250 ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ സീറ്റ് കവർ എല്ലാം സ്റ്റാപ്ലർ ചെയ്തിട്ട് കറക്റ്റായിട്ടുണ്ട്. നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് വണ്ടിയുമേ ഫിക്സ് ചെയ്യാമെന്ന് ഉള്ളതാണ്. ഒരു ഹാഫ് ആൻ അവറാണ് ഇൻ ടോട്ടൽ നമുക്ക് ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്യണ ടൈമുള്ളൂ. ഹാഫ് ആൻ അവറിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കെല്ലാം ചെയ്ത് കിട്ടും. സോ ഒരു 25 ഇയേഴ്സൊക്കെ ആയിട്ട് ഉള്ളൊരു കടയാണെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. ആൻഡ് ഭയങ്കര നല്ല സർവീസും ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.